ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് കുറച്ച് റംബുട്ടാൻ പറിച്ചു. ഇവിടെ കാക്കയും മലയണ്ണാനും പക്ഷികളും എല്ലാം എല്ലാം വന്നും ഉള്ള റംബുട്ടാൻ മുഴുവൻ കഴിച്ചിട്ട് പോവുക. അപ്പം ഞാൻ ഓർത്തുന്ന കുറച്ച് അച്ചാറിട്ടാലോ എന്ന്. റംബുട്ടാൻ ഇത് സാധാരണ നാടൻ റംബുട്ടാനാണേ. ബഡിൻ്റെ റംബുട്ടാനാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് നല്ല ദശക്കനം കാണും, ഇളകിയും വരും. ഇത് ഈ റംബുട്ടാനിൽ ദശക്കനം കുറവാണ്, എന്നാലും ചിലത് ഇളകി വരും. നല്ല മധുരമുണ്ട് കേട്ടോ. ഇതിപ്പം ഒത്തിരി അങ്ങ് പഴുക്കാത്ത കാരണം വലിയ കുഴപ്പമില്ല, അച്ചാറിടാവുന്നതിന് കുഴപ്പമില്ല. നമുക്ക് അച്ചാറിടാം. ഈ റംബുട്ടാന് കറയുണ്ട് കേട്ടോ. ഞാനതത്ര കാര്യമാക്കിയില്ല. റംബുട്ടാനെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നഖത്തിൻ്റെ ഇടയ്ക്കെല്ലാം കറയായിട്ട് ഇങ്ങനെ ഇരിക്കുക. റംബുട്ടാൻ എടുക്കുന്നതിന് മുന്നേ ഇച്ചിരി എണ്ണയോ വാസലിനോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യെ തേച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് കറ വരത്തില്ല. എൻ്റെ നഖത്തെ നന്നായിട്ട് കറയായിട്ടുണ്ടായിരുന്നു. ഇത്രയും റംബുട്ടാൻ എടുത്തിട്ടും എനിക്ക് കുറച്ച് റംബുട്ടാനേ കിട്ടിയുള്ളൂ കേട്ടോ. കാണുമ്പോൾ തൊണ്ടെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചേ ഉള്ളൂ. ഏറെ റംബുട്ടാൻ പൊളിച്ചപ്പോൾ കുറച്ച് റംബുട്ടാനേ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കി മുഴുവൻ തോടായിരുന്നു. കണ്ടോ, ഇളകി നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബഡാണെങ്കിൽ നന്നായിട്ട് ഇളകി വരും. ഇത്രയും തോടാണ്, ബാക്കി മുഴുവൻ റംബുട്ടാൻ കുറച്ചേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. എടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റണം. വെള്ളമോ എണ്ണയോ ഒന്നും വേണ്ട, വെറുതെ വഴറ്റിയാൽ മതി. അപ്പോൾ അതിലെ വെള്ളം മുഴുവനും ഇറങ്ങി വരും. പിന്നെ ആവശ്യമായ ചേരുവകൾ ഇഞ്ചി, വെളുത്തുള്ളി, കായം, മുളക് പൊടി, ഉലുവാപ്പൊടി, കടുക്, വെളിച്ചെണ്ണ, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് അതിൻ്റെ റംബുട്ടാൻ മാറ്റി വെച്ചു. അതിന് ശേഷം
കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഉലുവ മൂപ്പിച്ചെടുക്കണം. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിലേക്ക് നമുക്കിനി ഒരു പീസ് കായം നന്നായിട്ട് ചേർത്ത് വഴറ്റുക. കായം നന്നായിട്ട് പൊള്ളി വരണം. കായം മൂത്ത് കഴിയുമ്പോൾ പൊള്ളി വരും. അതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ കർണപ്പട്ടി മുളക് 3 കേട്ടോ എടുത്തേക്കുന്നത്. ഭയങ്കര എരിവാണ്. കർണപ്പട്ടി മുളക് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. തീ കുറച്ച് വയ്ക്കണം, കരിഞ്ഞു പോകാതെ. അതിലോട്ട് നമുക്ക് ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് തിള വരട്ടെ. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആദ്യമേ റംബുട്ടാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കൂടെ ചേർത്താണ് നമ്മൾ വേവിച്ചത്. അതിനുശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതിയേ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് റംബുട്ടാനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറിയ തിളച്ചോട്ടെ. നമ്മുടെ റംബുട്ടാൻ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അച്ചാർ എല്ലാവരും ഇട്ട് നോക്കണം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.